ിലേക്ക് പോകാം. കഴിഞ്ഞ രാത്രി ഇരുട്ടി വെളുത്തത് മുതൽ തലസ്ഥാനത്ത് നടന്ന കൂട്ടക്കൊലയുടെ നടുക്കത്തിലാണ്. ആ നടുക്കം ഇപ്പോഴും പൂർണ്ണമായും വിട്ടുമാറിയിട്ടുമില്ല. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. അഫാന്റെ ഉമ്മ ഷമിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം. ഉമ്മയുടെ മൊഴി ഈ കേസിൽ നിർണായകമാകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രിയുണ്ട്. ഗുഡ് മോർണിംഗ് സൂര്യ. നിലവിൽ അഫാന്റെ ഉമ്മയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണ്. അതുപോലെ തന്നെ അഫാനും കഴിഞ്ഞ ദിവസം എലിവിഷം കഴിച്ചു എന്നുള്ളൊരു മൊഴിയുടെ പേരിൽ ചികിത്സ നേടിയിരുന്നു, നിരീക്ഷണത്തിലായിരുന്നു. ഇരുവരുടെയും ആരോഗ്യനിലയുടെ വിവരങ്ങൾ എന്തെല്ലാമാണ്? അതുപോലെ തന്നെ അഫാനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് പോലീസ് നടത്തുന്നത്. ഇതിൽ മറ്റ് സാക്ഷികൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അഫാനും അതുപോലെ തന്നെ അഫാന്റെ ഉമ്മ ഷെമിയും നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതിൽ അഫാന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിലുള്ള വിവരശേഖരണം പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് താൻ പോയത് എന്നുള്ള കാര്യമാണ് അഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അഫാൻ പറഞ്ഞിട്ടുള്ള മൊഴികൾ പൂർണ്ണമായിട്ടും വിശ്വാസയോഗ്യത്തിലെടുക്കാതെയാണ് പോലീസ് തുടർ അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിലധികം കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് അഫാന്റെ ഉമ്മ ഷെമിക്കാണ്. അന്ന് എന്താണ് സംഭവിച്ചത്, തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അഫാന്റെ ഉമ്മ പറയുന്ന മൊഴി ഉൾപ്പെടെയുള്ളവ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാകുമെന്നുള്ളതാണ്. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. അഫാന്റെ ഉമ്മ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ആരോഗ്യം ഇപ്പോൾ പഴയ സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഉമ്മയുടെ മൊഴി അടക്കം രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തും പോലീസ്. അതിനുശേഷം മാത്രമേ കൂടുതൽ കണ്ടെത്തലിലേക്ക് പോലീസിന് പോകുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, അഫാന്റെ മൊഴി വീണ്ടും പോലീസിന് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ഈ ദിവസം പറഞ്ഞ മൊഴികളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് പിന്നീടുള്ള അന്വേഷണമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ വിവരങ്ങൾ കൂടി അഫാന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള നിഗമനത്തിൽ എത്താൻ തക്ക വിവരങ്ങൾ അഫാന്റെ ഭാഗത്ത് നിന്ന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് മൊഴികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അഫാൻ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുകയാണ്. അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അഫാന്റെ ഭാഗത്ത് നിന്ന് ശേഖരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്നോ അടുത്ത ദിവസമോ തന്നെ അഫാന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ അഫാൻ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത്തരത്തിൽ കുടുംബത്തിന് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏകദേശം ഒരു വർഷത്തോളം കാലമായിട്ട് ഇത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുടുംബം പോയിട്ടുള്ളൂ എന്നുള്ളതാണ് മറ്റ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുൻപ് വരെ വിദേശത്ത് കുടുംബം മുഴുവൻ പോയിട്ട് വന്നതാണ് എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്നും അറിയുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ടാണ് ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ളൊരു ഞെരുക്കം കുടുംബം നേരിടുന്നത്. അതിനോട് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ അഫാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അഫാൻ വലിയ രീതിയിൽ സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ഈ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പരിചയക്കാരുടെയും അടുത്തറിയുന്നവരുടെയും ഒക്കെ പക്കൽ നിന്ന് കൂടുതൽ പണം അഫാൻ വാങ്ങിയിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരികയാണ്. അങ്ങനെ ഈ കടബാധ്യത കൊണ്ടുണ്ടായ വലിയ സമ്മർദ്ദം അഫാന് ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് അഫാന്റെ മൊഴിയിലും അതുപോലെ തന്നെ പുറത്തുനിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. ഈ അഫാന്റെ ബാപ്പ റഹീം വലിയ കടബാധ്യതയിൽ ഇപ്പോഴും വിദേശത്ത് കഴിയുകയാണ്, ദമാമിൽ കഴിയുകയാണ്. കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് റഹീമിന് നാട്ടിൽ വരാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയുണ്ട്. വിസ ക്യാൻസലായിട്ട് ഈ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലും അഫാന്റെ പിതാവിന് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും റഹീമിനെ ഉടനടി തന്നെ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്ന്
നടത്തുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിദേശത്തൊരു ബിസിനസ് തന്നെ ഉണ്ടായിരുന്നു റഹീമിന്. അത് പിന്നീട് പൊളിയുന്ന ഒരു സാഹചര്യം എത്തുന്നു. അതിനുശേഷം ദമാമിൽ വന്ന് ഒളിച്ചു താമസിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം റഹീമുമായിട്ട് ചിലർ സംസാരിക്കുമ്പോഴും ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് തനിക്കുള്ളത് എന്നത് റഹീം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രതിസന്ധിയിലൂടെ, വലിയ സങ്കടത്തിലൂടെയാണ് റഹീം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. എന്താണ് നാട്ടിൽ സംഭവിച്ചത്, എന്താണ് തന്റെ മകന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാതെയാണ് ആ ഒരു പിതാവ് വിദേശത്ത് കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അടക്കം വിവരങ്ങൾ പോലീസ് ശേഖരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപ്പ ഉണ്ടാക്കിയ കടബാധ്യതയാണ് എന്നുള്ളത് ഈ അഫാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തിരികെ കരകയറാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിന്റെ സമ്മർദ്ദത്താലാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളത് അഫാൻ പറയുമ്പോഴും ബാക്കി നിൽക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ വല്യുമ്മയെയും അതുപോലെ തന്നെ അച്ഛന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും അടക്കം കൊലപ്പെടുത്തിയത് ഇത്തരത്തിൽ കടബാധ്യത കൊണ്ടാണ്, സഹായിക്കാത്തതിനാലാണ് എന്ന് പറയുമ്പോഴും എന്തിനു വേണ്ടിയാണ് സഹോദരനെയും അതുപോലെ തന്നെ തന്റെ സുഹൃത്തിനെയും കൊലപ്പെടുത്തുന്നതിലേക്ക് അഫാനെ നയിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ്. താൻ മരിച്ചുപോയാൽ ഈ സുഹൃത്തും ഒറ്റപ്പെട്ടു പോകും എന്നുള്ള കാരണമാണ് ഫർസാനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണമായിട്ടിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതേസമയം സഹോദരനെ എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്, അത് എങ്കിൽ കൂടിയും ഒഴിവാക്കാൻ പാടില്ലായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഒരു വശത്ത് നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനി ഉമ്മ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിന് മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഉമ്മയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഇനി ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. അതുപോലെ തന്നെ അഫാന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വിവരശേഖരണം പോലീസിന് നടത്തേണ്ടതായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് അടുത്ത നടപടികളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും എത്രയും വേഗം തന്നെ നാടിനെ നടുക്കിയ ഈ 5 കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണം കണ്ടെത്തുക തന്നെയാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ 23കാരനെ കൊണ്ട് ബന്ധുക്കളെയും അതുപോലെ തന്നെ തന്റെ സുഹൃത്തിനെയും കൊല്ലുന്നതിലേക്ക് നയിച്ച ആ കാരണം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് എത്രയും വേഗം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് സാക്ഷി മൊഴികൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രതിസന്ധി കൂടി ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രേഖപ്പെടുത്താൻ കഴിയുന്ന അഫാന്റെയും ഉമ്മയുടെയും മൊഴികൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സൂര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദത്തിന്റെ അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ പേരിലായിരുന്നു ഈ കൊലപാതകമെങ്കിൽ എന്തിനാണ് അനിയനെയും പെൺസുഹൃത്തിനെയും എല്ലാം കൊന്നത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അഫാൻ കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നതായി ഒരു വിവരം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അഫാൻ സംസാരിച്ചതിൽ നിന്ന് കുടുംബം ഇത്തരത്തിൽ കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെന്നും ഉമ്മ അതിന് വിസമ്മതിച്ചു എന്നുമുള്ള മൊഴി അഫാൻ നൽകിയിരുന്നു. ആ ഒരു സാധ്യതയെക്കുറിച്ച് കൂടി പോലീസ് അന്വേഷിക്കുന്നില്ലേ? പ്രത്യേകിച്ചും അഫാൻ എലിവിഷം കഴിച്ചു എന്നൊരു കാര്യം സ്ഥിരീകരിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചതായി ഉള്ള എന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ അവരുടെ വീട്ടിൽ നിന്നോ അതുപോലെ തന്നെ ഫോൺ സംഭാഷണങ്ങളിൽ നിന്നോ മറ്റോ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? ആ രീതിയിലുള്ള അന്വേഷണം ഏത് ഗതിയിലാണ് പോകുന്നത്? അത്തരത്തിലുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ കൂടിയും അതിന് വിസമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ സ്വന്തം ബന്ധുക്കളെയും അതുപോലെ തന്നെ സുഹൃത്തിനെയും ഉൾപ്പെടെ ചുറ്റിക കൊണ്ട് അതിക്രൂരമായിട്ട് തലയ്ക്കടിച്ച് മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു യുവാവ് എത്തുമോ എന്നുള്ളതാണ് ഒരു സംശയം ജനിപ്പിക്കുന്നത്. അത്രത്തോളം ക്രൂരമായിട്ട് കൊലപാതകം നടത്താൻ ഉള്ള ഒരു സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളിലേക്ക് കടക്കുമ്പോഴാണ് ഈ അഫാൻ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്കും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം അഫാൻ നേരിടുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്കും പോലീസിനെ നയിക്കുന്നത്. ആ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കൂടി പോലീസിന് ലഭിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിന്റെ രക്ത സാമ്പിൾ പരിശോധനാ റിസൾട്ട് ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിൽ ലഹരി മരുന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണോ അഫാൻ, അന്നത്തെ ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയെങ്കിൽ തന്നെയും
സമയം എന്ത് ലഹരിയാണ് അഫാൻ ഉപയോഗിച്ചത് എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. അതിലൊക്കെ തന്നെ ഒരു പോലീസിന് നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ആ ഫലം ലഭിച്ചാൽ മാത്രമേ അതിലേക്ക് പോലീസിന് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്ന്, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം അഫാൻ നേരിടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ്. അതിലടക്കം മാനസികാരോഗ്യ വിദഗ്ധന്റെ പരിശോധന അടക്കം അഫാന് നടത്തി അതിലും ഒരു കണ്ടെത്തൽ പോലീസിന് നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ എലിവിഷം താൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള അഫാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അഫാനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നതും മറ്റ് ചികിത്സകളൊക്കെ തന്നെ അഫാന് നൽകുന്നതും. അഫാന്റെ ആരോഗ്യനില അത് ആദ്യ ദിവസം മുതൽ തന്നെ തൃപ്തികരമാണ് എന്നുള്ള വാർത്തകൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അഫാനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രശ്നവും അഫാൻ നേരിടുന്നില്ല എന്നുള്ളതാണ്. എങ്കിൽ കൂടിയും ആശുപത്രി അധികൃതരുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ അഫാന്റെ മൊഴി പോലീസിന് രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ലഹരി മരുന്നിന്റെ ഉപയോഗവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നവും അഫാന് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് കാരണം എന്നുള്ളതാണ്. അതിലേക്കാണ് ഈ സാമ്പത്തിക ബാധ്യത മൂലം ഉള്ള സമ്മർദ്ദം കൊണ്ടാണ് ഇത്തരത്തിൽ കൂട്ട കൊലപാതകത്തിലേക്ക് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അഫാൻ ഈ എലിവിഷം കഴിച്ചതിലടക്കം ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ആത്മഹത്യക്ക് അഫാൻ ശ്രമിച്ചിരുന്നോ എന്നുള്ള കാര്യത്തിലും പോലീസ് ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത, ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് ഇപ്പോഴും എന്താണ് കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്നുള്ളത് പറയാൻ പോലീസിന് കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഫാന്റെ കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മ ഷെമിയുടെ ഭാഗത്ത് നിന്നും എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് ഇനി പറയാൻ കഴിയുന്ന ഒരു വ്യക്തി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന അഫാന്റെ ഉമ്മ ഷെമി തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് മൊഴികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ അടുത്ത നടപടികളിലേക്ക് പോലീസിന് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും എത്രയും വേഗം തന്നെ ആ കാരണത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. സൂര്യഗായത്രി, ഈ പണം ലഭിക്കുന്നതിന്റെ ഭാഗമായി ഉമ്മുമ്മയുടെ മാല അതുപോലെ തന്നെ ഉമ്മുമ്മയുടെ കമ്മലും കവർന്നു എന്നുള്ളൊരു വിവരം പ്രതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് ഇത്തരത്തിലൊരു പ്രതിയുടെ ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് കൂടിയാണ് ഈ ഒരു കവർച്ചാ ശ്രമം അല്ലെങ്കിൽ ആ ഒരു കവർച്ച ഒരു സാധ്യത ചൂണ്ടുന്നത്. അതിന്റെ ഭാഗമായി പോലീസ് ഇത്തരത്തിൽ ആ വിറ്റ അല്ലെങ്കിൽ കവർന്ന സ്വർണം കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായി അത് എവിടെയാണ് വിറ്റത് മുതലായ കാര്യങ്ങളിലും അന്വേഷണം കൊണ്ടുപോകുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് തനിക്കുണ്ടായ കടബാധ്യതകളൊക്കെ തന്നെ ഒരു പരിധിവരെയും കുറയ്ക്കുന്നതിന് വേണ്ടി ബന്ധുക്കളോട്, പ്രത്യേകിച്ച് വല്യുമ്മയോടും അതുപോലെ തന്നെ വലിയച്ഛനോടും വലിയച്ഛന്റെ ഭാര്യയോടും സഹായം അഫാൻ അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്നവർ സഹായിക്കാതെ ആയതിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം കൂടി പുറത്തുവരികയാണ്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാല നൽകാമെന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് അഫാൻ പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനുശേഷമാണ് ഈ വല്യമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. തുടർന്ന് അവരുടെ മാല മോഷ്ടിച്ചെടുക്കുകയും അത് ആ വല്യമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഈ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അഫാൻ പോവുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് ആ മാല അവിടെ വിറ്റതിന് ശേഷമാണ് അടുത്ത് വലിയച്ഛന്റെയും അതുപോലെ തന്നെ വല്യമ്മയുടെയും അവരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ വീട്ടിലേക്ക് അഫാൻ പോയിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ കൊലപാതകങ്ങളിൽ ആദ്യം നടന്നിട്ടുള്ളത് സൽമാ ബീവിയുടെ തന്നെയാണ് എന്നുള്ളത് പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സൽമാ ബീവിയോട് ഇത്തരത്തിൽ പണമോ അല്ലെങ്കിൽ സ്വർണമോ ആവശ്യപ്പെട്ട് അഫാൻ പോവുകയും അതിനവർ വിസമ്മതിക്കാത്തതും ഈ ഒരു മരണകാരണമായിട്ട് ഒരു നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയില്ലെങ്കിലും അത്തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ സ്വർണം മോഹിച്ച് തന്നെയാവാം ഒരുപക്ഷെ അഫാൻ ഈ സൽമാ ബീവിയുടെ അരികിലേക്ക് പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ സൽമാ ബീവി തന്നെ ആ മാല ഊരി തന്റെ മകളുടെ പക്കൽ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ലത്തീഫിന്റെ പക്കലാണ് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത് എന്ന സംശയത്താൽ ലത്തീഫിന്റെ വീട്ടിലേക്ക് അഫാൻ പോയി അവരെ രണ്ടുപേരെയും കൊലപ്പെടുത്തി എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെയാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഇവരുടെ മാല അഫാൻ മോഷ്ടിക്കുകയും അത് പിന്നീട് സ്വകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് നൽകുകയും ചെയ്തതിന് ശേഷമാണ് ലത്തീഫിനെയും ഭാര്യ സജിതയെയും കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയത് എന്നുള്ളതാണ് അറിയുന്നത്. അതിനുശേഷമാണ് ഈ വീട്ടിലെത്തുകയും അനിയന്റെയും
അതുപോലെ തന്നെ സുഹൃത്തിന്റെയും ഉൾപ്പെടെ കൊലപാതകം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉമ്മയെ കൊലപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം അഫാന് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത്തരത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിൽ എന്തോ ഭാഗ്യം കൊണ്ട് ഉമ്മ രക്ഷപ്പെട്ടത് ആണോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളിൽ ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ ഉമ്മാന്റെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഈ അഫാനും അതുപോലെ തന്നെ ഫർസാനയും തമ്മിലുള്ള പ്രണയബന്ധം ഈ ഒരു വിഷയത്തിൽ കാരണമായിട്ട് ചിലർ സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാട്ടുകാരാണ് അത്തരത്തിലുള്ള സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സാധാരണഗതിയിൽ ഈ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എന്ത് സംഭവങ്ങൾ നടന്നാലും അതിലൊരു കാരണവർ എന്ന തലത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നത് ലത്തീഫാണ്. അത്തരത്തിൽ അഫാന്റെയും അതുപോലെ തന്നെ ഫർസാനയുടെയും പ്രണയബന്ധം വീട്ടിൽ അറിയുകയും അതിലൊരു ഇടനിലക്കാരനായിട്ട് ലത്തീഫ് നിൽക്കുകയും ലത്തീഫ് ചില അഭിപ്രായങ്ങൾ പറയുകയും അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്തത് വലിയ രീതിയിലുള്ള വിരോധം അഫ്വാന് ലത്തീഫിൽ ഉണ്ടാക്കി എന്നുള്ളത് വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിന്റെ ഒരു വൈരാഗ്യത്തിലാണ് ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള കൊലപാതകത്തിലേക്കാണ് അത്തരത്തിലുള്ള കാരണം കൊണ്ടാണ് ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതെങ്കിൽ കൂടിയും ബാക്കി ഉള്ള 3 പേരുടെ കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണം അവ്യക്തമായി തുടരുകയാണ് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഈ പ്രണയബന്ധം തടഞ്ഞതിൽ മേലുള്ള വൈരാഗ്യമാണോ അതോ സാമ്പത്തിക സമ്മർദ്ദം കൊണ്ടാണോ ലഹരി മരുന്നിന്റെ ഉപയോഗം കൊണ്ടാണോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും അഫാന് പ്രശ്നമുണ്ടോ, ഇതിൽ ഏതാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ നയിച്ച കാരണം എന്നുള്ളത് ആണ് പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. എന്തായാലും വിപുലമായ അന്വേഷണമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ്. ഇനി നിലവിലുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ 2 പേരുടെയും മൊഴികൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് ഒരു ഉത്തരത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിനെ ആകമാനം ഞെട്ടിച്ച ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെ കാരണം എത്രയും വേഗം കണ്ടെത്താനുള്ള നടപടികൾ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ തന്നെ ഇരുവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് പോലീസ് നടത്തുന്നത്. ശരി സൂര്യഗായത്രി, തലസ്ഥാനത്ത് നടന്ന കൂട്ടക്കൊലയിൽ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. പ്രതി അഫാനെ വീണ്ടും ചോദ്യം ചെയ്യും. അഫാന്റെ ഉമ്മ ക്ഷമയുടെ ആരോഗ്യനില തൃപ്തികരമായിട്ടുണ്ട്. ഉമ്മയുടെ മൊഴി ഈ കേസിൽ വളരെ നിർണായകമാണ്. ആരോഗ്യനിലയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ ഉമ്മയുടെ മൊഴി കൂടി പോലീസ് ശേഖരിക്കും. വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി. നേരത്തെ കാലത്തേയിൽ ഇനിയൊരു ഇടവേളയാണ്. കേരള വിഷൻ ന്യൂസിൽ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലും തത്സമയം കാണാം.